ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഐസൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഉണക്കക്കപ്പയും മീൻകറിയുമാണ്. ഉണക്കക്കപ്പ 400 ഗ്രാം 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി ഒരു ½ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അതിനെ അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്ക് ഞാൻ മീൻകറിയും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീൻകറിക്കായി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. കുടംപുളി 3 കുടംപുളി ചെറുതായി അരിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അരമണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചതാണ്. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇച്ചിരി പച്ചവെള്ളത്തിൽ കലക്കി 10 മിനിറ്റ് മുമ്പ് വെച്ചതാണ്. ഇത് 1 കിലോ നെയ്മീൻ നന്നായി കഴുകി എടുത്തതാണ്. ഞാൻ 1 കിലോ നെയ്മീനുള്ള സാധനങ്ങളാണ് കാണിച്ചത്. പിന്നെ ഒരു ശകലം ഉലുവ. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം ചട്ടി പുകയാതിരിക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മുളക്, കറിവേപ്പില നന്നായിട്ട് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വരാനായിട്ട് നമുക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അപ്പോഴേക്കും ഉണക്കക്കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളി, 3 പച്ചമുളക് ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചതാണ്, ½ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ചെറിയ ജീരകം, ഒരു കറിവേപ്പില, ഇത് ഒരു 5 ഉണക്ക കാന്താരിയാണ്, നാട്ടിൽ നിന്ന് ഉണക്കിക്കൊണ്ട് വന്നാണ്, 1 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഉണക്കക്കപ്പയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കത്തില്ല. വെളുത്തുള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാം. ചെറിയ തീയിൽ വെച്ച് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം എല്ലാം മാറി എണ്ണ തെളിയുന്നത് വരെ. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് വെച്ച
പുളി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നുകൂടെ വഴന്ന് എണ്ണ പൊങ്ങി വരട്ടെ, എണ്ണ തെളിഞ്ഞ് വരട്ടെ. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ച് ഞാനൊരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റിയെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഓരോരോ കഷ്ണങ്ങളായിട്ട് ഈ അരപ്പിലേക്ക് ഇട്ടു കൊടുക്കും. ഇളക്കരുത്, ചുറ്റിച്ച് വയ്ക്കാം. ഒന്നും കൂടെ തിളക്കട്ടെ. മീൻ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒന്നും കൂടെ ചുറ്റിച്ച് ചെറിയ തീയിൽ അതൊന്ന് വറ്റി എണ്ണ തെളിയും. കപ്പ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനുള്ള അരപ്പ് ഇതിലിട്ട് തേങ്ങ എല്ലാം ഇട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇതിനകത്ത് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് കപ്പയ്ക്ക് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ ഇത് തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഉണക്കക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി മീനും കൂടെ ഒന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കാം. അരമണിക്കൂറിന് ശേഷം കുറുകിയ ചാറോടുകൂടി മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്നുകൂടെ ചുറ്റിച്ച് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കും. 3 മിനിറ്റിന് ശേഷം ഇത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കും. സൂപ്പർ ഡൂപ്പർ മീൻ കറി റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 മിനിറ്റിന് ശേഷം മീൻ കറി എണ്ണയെല്ലാം തെളിഞ്ഞ് കഴിക്കാൻ പാകത്തിന് റെഡിയായി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉണക്കക്കപ്പയും മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.